വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. പങ്കെടുക്കുന്നത് സംഘടനയുടെ സംസ്ഥാന ഖജാൻജിയായ ശ്രീ വെങ്ങാനൂർ പ്രസാദും സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കെ മുത്തപ്പൻ കുന്ത്രയുമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 8 ലക്ഷത്തോളം പേർ ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങൾ കൂടുതലും അവർക്കാവശ്യമായ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടതും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതും അവരുടെ ഉന്നമനമൊക്കെ പരിഹാരം കണ്ടെത്തുന്നതൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ്. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങിയ നഗരസഭ തുടങ്ങിയ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ്. അപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ഭവനത്തിൻ്റെ പ്രശ്നം, വൈദ്യുതി, തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസം, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം ഭിന്നശേഷിക്കാരുടെ ജീവിതങ്ങൾ, അതിനാവശ്യമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാലാകാലങ്ങളിൽ സർക്കാർ ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പദ്ധതികളല്ല ബഹുഭൂരിപക്ഷവും നടപ്പിലാക്കുന്നത്. അതുമൂലം പല ഭിന്നശേഷിക്കാർക്കും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഒരു 2ാം തരം പൗരന്മാരെ പോലെ അല്ലെങ്കിൽ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരെ പോലെ അവരെ കാണുകയും അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും അത് നടപ്പിലാക്കാനും തദ്ദേശ സ്വയംഭരണ ഭരണകൂടങ്ങൾ അതിന്നും ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കവുമില്ല. കാര്യം തന്നെ ഇപ്പോൾ ഭവന ലൈഫ് മിഷൻ പദ്ധതി ഉദാഹരണമായിട്ട് പലർക്ക് കിട്ടുന്നില്ല, ഭിന്നശേഷി കിട്ടുന്നില്ല. അവിടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്, അവർ മാറ്റി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ തദ്ദേശ ഈ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ ഭിന്നശേഷി സൗഹൃദമല്ല. അപ്പോൾ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പോൾ കടകൾ, പിന്നെ അതുപോലെ സർക്കാർ ഓഫീസുകൾ, അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ, അവിടെയൊക്കെ നമ്മൾ കയറി ചെല്ലുവാൻ നമുക്ക് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ പെട്ടെന്ന് നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കാനോ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1 നും 2 നും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് വേണ്ട വഴി സൗകര്യങ്ങളില്ല. ഭിന്നശേഷിക്കാർക്ക് അനേകം ഈ മോട്ടറടിപ്പിച്ച സ്കൂട്ടറുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. റോഡെല്ലാം കുണ്ടും കുഴിയാണ്. അത് മാത്രമല്ല, ഈ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾ, സ്കൂട്ടർ, പലരും എൻ്റെ അടുത്ത് ഒരുപാട് അനേകം പേര് പരാതി പറയുന്നുണ്ട്. ഈ വണ്ടി കൊണ്ടുപോയാൽ എവിടെയെങ്കിലും ചെന്ന് വീഴും, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടമാവും, അല്ലെങ്കിൽ പരിക്കുകൾ പറ്റും. അത് പിന്നെ ദിവസവും വർക്ക്ഷോപ്പിൽ ഒരു മാസത്തിൽ 1, 2, 3, 4 പ്രാവശ്യം വർക്ക്ഷോപ്പിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊന്നും കഴിയില്ല. ഒരു പക്ഷേ നമുക്ക് പ്രതിമാസം 1600 രൂപയുടെ പെൻഷൻ കിട്ടുന്നത്. ആ പെൻഷൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ആ സാഹചര്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം വളരെയധികം മുരടിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 8 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ അച്ഛന്, അമ്മ, ഞാൻ വേറെ കുട്ടികളൊന്നും എടുക്കുന്നില്ല, അങ്ങനെ 24 ലക്ഷത്തോളം പേര് ഈ വൈകല്യത്തിന്റെ പേരിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയാണ്. ഇനി ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യത്തിലേക്ക് പ്രധാനമായിട്ട് ഇന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം തന്നെ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ ശബ്ദം ഉണ്ടാകണം. അത് നിശബ്ദമാകാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനുള്ള ഒരു അവസരം നമുക്കവിടെ ലഭിക്കണം. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ തമിഴ്നാട് സർക്കാർ
3500 ഭിന്നശേഷിക്കാരെ തമിഴ്നാട് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് നടപ്പിലാക്കുവാനുള്ള ശ്രമം അതിവേഗതയിൽ നടക്കുകയാണ്. ഇവിടെ ഈ തമിഴ്നാടും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഭിന്നശേഷിക്കാരെ നാമനിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പൊ അത് തന്നെ ഇതിന്റെ ഈ പത്രത്തിൽ തന്നെ അതിന്റെ തമിഴ്നാട് സർക്കാർ ചെയ്യാൻ പോകുന്നതിന്റെ തമിഴ്നാട് സർക്കാർ ചെയ്യുന്ന പത്രമാണ് 3500 ഭിന്നശേഷിക്കാരാണ് സാറേ. അപ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും ഈ നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ എനിക്ക് കിട്ടിയ മറുപടി ഇതൊരു സർക്കാർ നയപരമായ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിലാണ് സൂചിപ്പിച്ചത്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ വോട്ട് മാത്രമല്ല, ഞങ്ങളുടെ നികുതി പണമുണ്ട്, വികസന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഞങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ടോ സമൂഹത്തിൽ മാറ്റി നിർത്താനും നമുക്ക് കഴിയില്ല. ഒരു വലിയൊരു സമൂഹമാണ്, ലക്ഷക്കണക്കിന് പേരുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ആ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവരെ അവരുടെ ഉന്നമനമാണ് ഒരു ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ ഞങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാർ ഇക്കാര്യം ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്കിലും അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഞങ്ങളത് ശക്തമായ സമര പരിപാടികളൊക്കെ നോക്കട്ടെ. നമ്മൾ എല്ലാ കാലത്തും ഞങ്ങൾ ഈ ഭിന്നശേഷിക്കാരുടെ എൻ്റെ അടുത്ത് എനിക്ക് 10-40 വർഷത്തെ പ്രവർത്തന പാരിചയുണ്ട് ഭിന്നശേഷിക്കാരുടെ ഇടയിൽ. എങ്കിൽ തന്നെ അന്നെല്ലാം എനിക്ക് പത്രങ്ങൾ ആണ്, ദൃശ്യമാധ്യമങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യം. ഇപ്പൊ നമ്മൾ പണ്ടത്തെ അത്ര ശബ്ദമില്ല. മറ്റുള്ളവരെ പോലെ നമുക്ക് സമരം ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ കൈകാലം പെട്ടെന്ന് സെക്രട്ടേറിയറ്റിൽ നമ്മളൊരു 10-50 വികലാംഗര് വേണ്ടുമ്പോൾ വേറെ സമരങ്ങൾ അടുത്ത് വരും. ഈ കൈയും കാലും വയ്യാത്തവർക്ക് ഓടാൻ പറ്റുമോ? അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അടിപൊളി. അപ്പൊ അങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. സമയം ചുരുക്കമുള്ള നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് തുടർന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം. വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇവർക്ക് നന്ദി, നമസ്കാരം.